ഈ ഒരു വാർത്ത നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഈ അടുത്ത് നടന്നൊരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു മലയാളി യുവതിയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നിറഞ്ഞു നിൽക്കുന്നു. സത്യത്തിൽ ബീഫ് കഴിക്കുന്നതും വിദ്യാഭ്യാസവുമായി എന്ത് ബന്ധമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തികച്ചും ലോജിക്കില്ലാത്ത തരത്തിലുള്ള ഒരു ക്രിറ്റിസൈസ് ആയിപ്പോയത്. സത്യത്തിൽ ബീഫ് കഴിക്കണോ വേണ്ടയോ, പോർക്ക് കഴിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. അത് ഓരോരുത്തരുടെ ഓരോ സമൂഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഒരാൾ ബീഫ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് വിദ്യാഭ്യാസം കൂടണമെന്നില്ല. ഒരാൾ ബീഫ് കഴിക്കില്ല എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറയണമെന്നില്ല. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക മാനസിക അവസ്ഥയാണ് കേരളത്തിന് ശാപം എന്ന് തന്നെ പറയാം. കാരണം പ്രബുദ്ധർ എന്ന് നമ്മൾ തന്നെ മേനി നടിച്ച് കൊണ്ടുപോവുകയാണ് ഏതോ ഒരു കാലത്തിനിടയിൽ. എന്നാൽ അതിനു തക്കവണ്ണം വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമേ ഇല്ലതാനും. നമ്മൾ സ്വയം നമ്മളെ തന്നെ പൊക്കി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ പറയുന്നവർ ഇത്തരത്തിൽ പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലെ തവള എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിന് അതിൻ്റെതായ നെഗറ്റീവുകളുണ്ട്, അതിൻ്റെതായ പോസിറ്റീവുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും മറ്റു പ്രാദേശികമായിട്ടുള്ള ഗ്രാമങ്ങളും എല്ലാവരും അവർക്ക് അവരുടേതായ പോസിറ്റീവുകളുണ്ട്, നെഗറ്റീവുകളുണ്ട്. കേരളം ഒന്നിനോട് ഒന്ന് ഒരിക്കലും മേലെയുമല്ല, എന്നാൽ താഴെയുമല്ല. അത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം. നമ്മൾ സ്വയം പ്രബുദ്ധർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചോതിയിട്ടൊരു കാര്യമില്ല. എല്ലാവർക്കും ഈ കാലത്ത് പണ്ട് കാലത്തുണ്ടായിരുന്നു. നമ്മൾ പണ്ട് കാലത്താണ് സാക്ഷരതയിൽ നമ്മൾ മുന്നേറിയിരുന്നു. പക്ഷേ അവിടെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കാരണം കേരളത്തിൽ പറയത്തക്ക നല്ലൊരു യൂണിവേഴ്സിറ്റി പോലുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൻ്റെ ഈറ്റിലം എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ ഇതുവരെയായിട്ട് ഒരു ആയുർവേദ യൂണിവേഴ്സിറ്റി പോലും നമ്മൾ പ്രബുദ്ധരായ മലയാളികളുടെ നേതൃത്വത്തിൽ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളൊന്ന് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം. ഇത് ഇപ്പോഴാണ് നമ്മൾ സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് നമ്മളെ സ്വീകരിച്ചു തന്നെ ഈ അടുത്ത കാലത്താണ്. എന്നിട്ടാണോ നമ്മളെ പ്രബുദ്ധതയെക്കുറിച്ച് പറഞ്ഞ് വാത്തോരതെ പറയുന്നത്? കഷ്ടമാണ്. ഇവരൊക്കെ പൊട്ടക്കിണറ്റിലെ തവള എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. മറ്റുള്ളവരെ കളിയാക്കാൻ മാത്രം നാവ് പൊന്തുന്ന ഒരു സാമൂഹ്യ ജീവിയായി മലയാളി മാറിയിരിക്കുന്നു.